ഹലോ, വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ആപ്ലിക് വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആപ്ലിക് വർക്ക് എന്ന് പറയുമ്പം നമ്മൾ ഒരു ക്ലോത്തിൽ വേറൊരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഡിസൈൻ കട്ട് ചെയ്ത് അത് തയ്ക്കുന്നതിനെയാണ് ആപ്ലിക് വർക്ക് എന്ന് പറയുന്നത്. ഞാൻ വളരെ സിമ്പിളൊരു ഡിസൈനർ ഷേപ്പാണ് എടുത്തിരിക്കുന്നത് ബിഗിനേഴ്സിന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഹാൻഡ് വെച്ചും മെഷീനിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ മാംഗോ ഡിസൈൻ 3 വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ ചെറിയ ഡിസൈൻ എടുക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ആ ഡിസൈൻ ഒരു പേപ്പറിൽ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പറിലോ ഇത്തിരി കട്ടിയുള്ള എന്തെങ്കിലും ഒരു പേപ്പറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ എളുപ്പമായിരിക്കും. നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ക്ലോത്തിൽ നിന്ന് ഇത് വരച്ചിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഓരോന്നും നമുക്ക് ട്രേസ് ചെയ്ത് തയ്ക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ഒരു റെഡ് ക്ലോത്തിൽ നിന്നാണ് ആ ഡിസൈൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ പേപ്പർ ഇതുപോലെ വെച്ചിട്ട് വരച്ചെടുത്താൽ മതി. വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കോട്ടൺ ക്ലോത്താണ്. ഇതെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ക്ലോത്തിൻ്റെ കളർ ഇളകുന്നുണ്ടോയെന്ന് ഒന്ന് നോക്കിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പം നമ്മളുടെ സാരിയിലേക്കോ ഷീറ്റോ എന്തിലാന്ന് വെച്ചാൽ അതിലേക്കെല്ലാം കളർ കയറി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഒരുപാട് നൂലെഴുന്ന് വരുന്ന തരം മെറ്റീരിയൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് തയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു സാരിയിലാണ്. ഇതൊരു ഹാൻഡ്ലൂം പോലത്തെ ഒരു മെറ്റീരിയലാണ്, ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇതിലാണ് ഞാൻ ഈ ഒരു ആപ്ലിക് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കുറേ എണ്ണം ഇതുപോലെ വെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അകലത്തിൽ ഇതുപോലെ വെച്ചെടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് അതോരോന്നും പിൻ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെയുള്ള മുട്ടുസൂചി വെച്ച് നമുക്കിങ്ങനെ പിൻ ചെയ്ത് വയ്ക്കാം. നമുക്കിങ്ങനത്തെ മുട്ടുസൂചി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് വെച്ചിട്ട് ചെയ്താൽ മതി, എളുപ്പമായിരിക്കും. ഇത് നമ്മൾ പിൻ ചെയ്ത് വെക്കുമ്പം എവിടേക്കാണോ ഡിസൈൻ വേണ്ടത് അത് നമ്മൾ എവിടെയെങ്കിലും സാരിയാണ് വിരിച്ചിട്ടിട്ട് ബെഡിലോ അല്ലെങ്കിൽ നിലത്തോ എവിടെയെങ്കിലും നന്നായി വിരിച്ചിട്ടിട്ട് അകലമൊക്കെ നോക്കി നമുക്കത് പിൻ ചെയ്ത് ആദ്യം തന്നെ വെക്കുക. ഇല്ലെങ്കിൽ ചെയ്യേണ്ട സ്ഥലത്തൊരു മാർക്ക് ചെയ്താലും മതി, കുഴപ്പമില്ല. എങ്ങനെ വേണേലും ചെയ്യാം. ഞാനിങ്ങനെ പിൻ ചെയ്തിട്ടാണ് ചെയ്യാറ്. ഇനി നമുക്കതിന് ഫ്രെയിം ഇട്ടിട്ട് തയ്ച്ചു തുടങ്ങാം. ഇപ്പോൾ ഫ്രെയിം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിന് മുമ്പ് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടി ഇവിടെ ഞാൻ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ കുറച്ച് ഗ്ലൂ കൊടുത്താൽ മതി. ഒരു 2-3 സ്പോട്ടുകൾ ഇതുപോലെ ഗ്ലൂ കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. ലൈറ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് വെറുതെ ഒട്ടിയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വശത്ത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് പതുക്കെ ആ മുട്ടുസൂചി മാറ്റിയിട്ട് മറ്റേ വശത്തും കൂടി ഇതുപോലെ തേച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ വെച്ച സ്ഥലമൊന്നും മാറിപ്പോവാതെ നമുക്ക് അവിടെ തന്നെ അത് കിട്ടും. മേലെ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു 1-2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് ഉണങ്ങാനായിട്ട്. എന്നിട്ട് ഇനി തയ്ച്ചു തുടങ്ങാം. നമ്മളിപ്പോൾ ഞാനിവിടെ ആ സെയിം ഷെയ്ഡ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ മെഷീനിലും ചെയ്ത് കാണിക്കുന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ഇത് മെഷീൻ എംബ്രോയ്ഡറിക്ക് ഉപയോഗിക്കുന്ന സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സിൽക്ക് ത്രെഡിന് കനം ഭയങ്കര തീരെ കട്ടി കുറഞ്ഞ ത്രെഡ് ആയതുകൊണ്ട് ഞാനിതിവിടെ 4 സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആങ്കർ ത്രെഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 ഇഴ എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരുപാട് തടിച്ച് നിൽക്കും തയ്ച്ച് കഴിയുമ്പം. അപ്പം ഞാനത് എടുത്തിട്ട് ഇനി നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ നിന്നും തയ്ച്ചു തുടങ്ങാം. സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്താണ് നമ്മളിപ്പോൾ ഇവിടെ ആപ്ലിക് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു വശത്ത് ഇതുപോലെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുത്തിട്ട് കുറച്ച് അകലത്തിൽ ഒരു ചെറിയ വീതി കൊടുക്കണം. ചെറിയ വീതിയിൽ ഇതുപോലെ ഉള്ളിലേക്ക് നമ്മൾ വെട്ടിയെടുത്ത ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് വേണം നമുക്കിത് മുഴുവൻ ഫില്ല് ചെയ്തെടുക്കാൻ. ഒട്ടും ഗ്യാപ്പ് വരുത്തരുത്. നന്നായി അടുപ്പിച്ച് ചെയ്യണം. എന്നാലേ അത് ഭംഗിയായിട്ടിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ വെട്ടിയ തുണിയുടെ ചെറിയ നൂലൊക്കെ മുമ്പിലേക്ക് നിൽക്കും തയ്ച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണം. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ സാറ്റിൻ സ്റ്റിച്ച് വെച്ച് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്കിത് സാറ്റിൻ സ്റ്റിച്ച് മാത്രമല്ല കേട്ടോ. ആപ്ലിക് വർക്കിന് നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഉപയോഗിക്കാം. അതുപോലെ ക്ലോത്തിൻ്റെ അരികെ മടക്കി വെച്ചിട്ടുള്ള ഒരുതരം ആപ്ലിക് വർക്ക് ഉണ്ട്. അതിന് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് അല്ലെങ്കിൽ ഹെമ്മിങ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ
ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ സാറ്റിൻ സ്റ്റിച്ച് വെച്ച് ഫ്ലവർ ചെയ്യുന്നതും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇത് നമുക്ക് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. മെഷീനിലാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. മെഷീനിൽ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ ആപ്ലിക് വർക്ക് ചെയ്തെടുക്കാം. കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയ ഉടുപ്പിലേക്കോ കുട്ടികളുടെ ഉടുപ്പിലേക്കൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇതുപോലെ കുത്തി എടുത്താൽ മതി. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ടൈം ഇത്തിരി എടുക്കുന്ന ഒരു വർക്കാണിത്. നമുക്ക് ആ ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസൈൻ്റെ ചുറ്റിനും ഇതുപോലെ തയ്ച്ചെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത ക്ലോത്ത്, ഡിസൈൻ കട്ട് ചെയ്ത ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് അതിൻ്റെ നൂലെഴുന്ന് പോകാതെ ശ്രദ്ധിച്ചോണം. നൂലെഴുന്ന് വന്നാൽ പിന്നെ തയ്ച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നമുക്കത് ചുറ്റുപാടും തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് മെഷീനിൽ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മെഷീനിൽ തയ്ക്കാനായിട്ട് നമ്മൾ ഫ്രെയിം ഇടുന്നതിന് ഇത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ 2 പാർട്ടുണ്ടല്ലോ ഫ്രെയിമിന്, അതിൻ്റെ വലിയ വട്ടം കൂടിയ ഭാഗമാണ് അടിയിലേക്ക് കൊടുക്കേണ്ടത്. എന്നിട്ട് ചെറിയ സർക്കിളിനെ ക്ലോത്തിൻ്റെ മുകളിലും കൊടുക്കും. നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പം നേരെ തിരിച്ചാണ് നമ്മൾ ഫ്രെയിം ഇടുന്നത്. നന്നായി ടൈറ്റ് ചെയ്യണം. നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നന്നായി ടൈറ്റ് ചെയ്താലേ മെഷീൻ എംബ്രോയ്ഡറിയിൽ ഫ്രെയിമിൽ നന്നായി ക്ലോത്ത് ഇരിക്കുകയുള്ളൂ. എന്നിട്ട് നമുക്ക് പതുക്കെ നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് തയ്ച്ചു തുടങ്ങാം. തയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു വശത്തു നിന്നും നമുക്ക് സിക്സാഗ് സ്റ്റിച്ചിട്ടിട്ട്, സിക്സാഗ് ഉള്ള മെഷീനിലാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. ഹാൻഡ് എംബ്രോയ്ഡറിയിൽ ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ പണി കഴിയും. അതുപോലെ തന്നെ വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അടുപ്പിച്ച് ചെയ്യണം. നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ നല്ല അടുപ്പിച്ച് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോഴും നന്നായി അടുപ്പിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ ആ ത്രെഡൊക്കെ കട്ട് ചെയ്ത തുണിയുടെ ത്രെഡൊക്കെ ഇടയിൽ കൂടെ പൊങ്ങി നിൽക്കും. അപ്പോൾ അതൊരു വൃത്തികേടായിരിക്കും തയ്ച്ച് കഴിയുമ്പോൾ. നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ തിരിച്ച് വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കുക. നമ്മുടെ ഡിസൈൻ ഇവിടെ ആയിട്ടുണ്ട്. ഞാനിവിടെ ഈ സാരിയിൽ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ മുന്താണി ഭാഗമാണ്. മുന്താണിയിൽ ഞാനിങ്ങനെ ഒരു ടാസിൽസും കൂടി ആ സെയിം ത്രെഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ തയ്ച്ച സാറ്റിൻ ത്രെഡ്, ആ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ടാസിൽസ് കെട്ടിയിരിക്കുന്നത്. ടാസിൽസ് കെട്ടുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീട് ഇടാം. ഇത് അടുപ്പിച്ചടുപ്പിച്ച് വേണമെങ്കിൽ ടാസിൽസ് കൊടുക്കാം, ഇഷ്ടമുള്ളതുപോലെ. ഇതിപ്പോൾ നമ്മുടെ സാരിയുടെ മുന്താണി ഭാഗമാണ്. മുന്താണിയിൽ അടുപ്പിച്ചടുപ്പിച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബോഡിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അകത്തിയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. എന്നാൽ എല്ലാവർക്കും ഒരു റെഡ് കളറ് ഒരു പ്രിൻറ്റഡ് ബ്ലൗസൊക്കെ ഇട്ടാൽ വളരെ ഭംഗിയായിരിക്കും ഈ സാരി. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. താങ്ക്